2030 വരെ പേപ്പറില്ല സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം ഇന്നലെ സ്റ്റോക്ക് കയറിയ വാഹനം കേട്ടോ. അതർ സ്റ്റേറ്റ് വാഹനമാണ്, ഇന്നലെ സ്റ്റോക്ക് കയറിയ വാഹനമാണ്. നിങ്ങൾ പറയുന്ന ഏത് ആർ ടി ഓഫീസിൽ ആണെങ്കിൽ നമ്പർ ആക്കിയിട്ട് നമുക്ക് 7.5 ലക്ഷം റുപ്യക്ക് പക്ക കണ്ടീഷൻ ആക്കിയിട്ട് കൊടുക്കാൻ കഴിയും. നിലവിൽ ചെറിയ മൈനറായിട്ടുള്ള സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കംപ്ലീറ്റ് ക്ലിയർ ചെയ്തിട്ട് 7.5 ലക്ഷം റുപ്യ ഫൈനൽ ഫിക്സ്ഡ് റേറ്റ് ആണ് കേട്ടോ. ആവശ്യക്കാരുണ്ട് പെട്ടെന്ന് വിളിച്ചോളി. ഒരു VIP ബാഡ്ജിങ് ഒക്കെ ഉള്ളൊരു വാഹനം തന്നെയാണ്. VIP ബാഡ്ജിങ് എന്ന് പറഞ്ഞാൽ ഒരു VIP ബാഡ്ജിങ് ഒക്കെ ഉള്ള വാഹനം കേട്ടോ. VIP ബാഡ്ജിങ് ഒക്കെ ഉള്ള വാഹനങ്ങൾ അതർ സ്റ്റേറ്റ് ആകുമ്പം MLൻ്റെ പേഴ്സണലായിട്ടുള്ള വാഹനങ്ങളൊക്കെയാണ് നമ്മുടെ VIP ബാഡ്ജിങ് വരും കേട്ടോ. ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി തന്നെ വരും കേട്ടോ. ചെറിയ മൈനറായില്ല 1-2 സ്ക്രാച്ചസ് ഉണ്ട് എന്നല്ലാതെ മേജറായില്ല ഒരു സ്ക്രാച്ചസോ മേജറായില്ല ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് ഓൺലി റീപ്ലേസ്, വേറെ ആക്സിഡൻറ്റ് മെക്കാനിക്കൽ പരമായിട്ടൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയുന്ന വാഹനം കേട്ടോ. ഇപ്പോൾ സസ്പെൻഷൻ പരമായിട്ട് നമുക്ക് ഫ്രണ്ട് സോക്ക് അപ്സർ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്തതാണ്. വേറെ പ്രത്യേകിച്ച് വർക്ക് കാര്യങ്ങളൊന്നും എടുക്കാറില്ലായിരുന്നു. വന്ന അതേ കണ്ടീഷനിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് കേക്ക് എന്നല്ലാതെ വേറൊരു വർക്കും നമ്മൾ ഈ വാഹനത്തുമ്പോൾ ചെയ്തില്ല. അത്രയും നീറ്റ് തന്നെയാണ് ഈ വാഹനം ഉള്ളത് കേട്ടോ. ചെറിയ ടച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അതൊക്കെ ടച്ച് ചെയ്ത് പോളിഷ് ചെയ്ത് കണ്ട് നിങ്ങൾ പറയുന്ന ഏത് ആർ ടി ഓഫീസിൽ ആണെങ്കിലും 2030 വരെ പുതിയ പേപ്പർ എടുത്തിട്ട് 7.5 ലക്ഷം റുപ്യക്ക് നമുക്ക് ഫൈനലായിട്ട് ഈ വാഹനം കൊടുക്കാൻ കഴിയും കേട്ടോ. ബാർഗൈനിങ് കാര്യങ്ങളൊന്നുമില്ല. ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളിയും. ഒരു 95% കമ്പനി പെയിൻറ്റ് വരുന്ന വാഹനം കേട്ടോ. സിൽവർ കളറിൽ അത്യാവശ്യം നല്ല വൃത്തിയിലാണെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് കളർ തന്നെ കേട്ടോ സിൽവർ. അപ്പോൾ അതിൻ്റെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ കേട്ടോ. ഈ ഒരു ഭാഗത്തൊന്നും ടച്ചിങ് കാര്യങ്ങളൊന്നും കാര്യമില്ല. ഒരു 95% കമ്പനി പെയിൻറ്റ് വരുന്ന വാഹനം തന്നെ കേട്ടോ. ഈ ഒരു ഫെൻഡറിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഈ ഒരു ഡോറിൻ്റെ ഭാഗത്തോ ഏതൊരു ഭാഗത്തും നിലവിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ബൂട്ട് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ അറിയും വണ്ടി എങ്ങനത്തെ രീതിയിലാണ് ഉപയോഗിച്ചതെന്നുള്ളത്. ഈ ബൂട്ട് സ്റ്റെപ്പ് നോക്കിയാൽ തന്നെ അറിയാം കേട്ടോ. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 80% 4 ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അതേപോലെ ഫ്രണ്ട് ഗ്ലാസ് ഓൺലി റീപ്ലേസ് ഉള്ള, വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ടൈലാമ്പിൽ ചെറിയ പൊട്ടുണ്ട്, അത് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ കഴിയും കേട്ടോ. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഡിക്കിൻ്റെ ഭാഗത്തൊന്നും എവിടെ പെയിൻറ്റിങ് വർക്ക് കാര്യങ്ങളൊന്നും ചെയ്യില്ല. നമുക്ക് ഈ ഒരു ബമ്പർ നമ്മൾ പെയിൻറ്റ് അടിച്ച് കൊടുക്കാനുണ്ട് കേട്ടോ. ഈ ബമ്പർ നമ്മൾ ടച്ച് ചെയ്ത് കണ്ട് കൊടുക്കാൻ കഴിയും. അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും മെറ്റൽ ബോർഡിൻ്റെ ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് മേജറായിട്ടുള്ള സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. ബോണറ്റിൻ്റെ ഭാഗത്ത് ചെറിയ ഒരു സ്ക്രാച്ചസ് കാര്യങ്ങൾ കുറച്ച് ചെറിയ സ്ക്രാച്ച് ഉണ്ട്. അതൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും 2010 സംബന്ധിച്ചിടത്തോളം പക്ക കണ്ടീഷൻ തന്നെ പറയാം കേട്ടോ. അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ വരികയാണെങ്കിലേ സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ അതേപോലെ റൂഫ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഡോർ പാഡിൻ്റെ ഈ ഒരു സൈഡ് ഭാഗങ്ങളും സീറ്റിൻ്റെ അതേ കളറിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. റൂഫ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചേഞ്ച് ചെയ്ത് അത്യാവശ്യം നല്ല കണ്ടീഷനിലാക്കിയ വാഹനമാണ്. അതേപോലെ ഗിയർ ലിവറിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സീറ്റ് കവേഴ്സിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്, മാറ്റേണ്ട യാതൊരു ആവശ്യമില്ല. ഈ ഒരു കണ്ടീഷനിൽ കൊണ്ടു നടക്കാൻ കഴിയുന്നൊരു വാഹനം തന്നെയാണ് കേട്ടോ. ഡോർ പാഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ അല്ലേ കേട്ടോ. 2010 മോഡലിലൊന്നും ഇത്ര കണ്ടീഷനിലെ വാഹനങ്ങൾ അവിടെ നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത്രയും നീറ്റ് തന്നെയാണ് ഈ വാഹനം ഉള്ളത് കേട്ടോ. അതേപോലെ അതിൻ്റെ എൻജിൻ സൈഡിലേക്ക് വരുമ്പോഴേ ഏതൊരു സൈഡിലും നിങ്ങൾക്ക് ആക്സിഡൻറ്റ് കാണിക്കാൻ കഴിയില്ല എന്നല്ലേ നമുക്ക് ഗ്യാരണ്ടി തരാൻ കഴിയും. ഫ്രണ്ട് ഭാഗത്തോ മേജറായില്ല ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല കേട്ടോ. ഏതൊരു സൈഡിലും ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. മെക്കാനിക്കലൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയുന്ന മെക്കാനിക്കലാണ്. പിന്നെ ഈ ബോണറ്റിൻ്റെ മുകൾ ഭാഗത്തൊക്കെ വണ്ടി നമ്മൾ ഈ വെയിലത്തൊക്കെ മൂടിയിടൂലേ, ടാർപ്പായിൻ്റെ ചുവട്ടിലൊക്കെ മൂടിയിട്ട് കണ്ടില്ല ഒരു കളർ ഫെയിലിംഗ് ഉണ്ട്. വേറെ ഡെൻറ്റിങ് വർക്ക് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഒരു ഭാഗത്ത് ചെറിയ സ്ക്രാച്ച് ഉണ്ട്. വേറെ ബോഡിമേൽ ഏതൊരു ഭാഗത്തും സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ 2010 മോഡൽ ഇത്ര കണ്ടീഷനിലുള്ള വാഹനം കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഈ കളറിലാവേണ്ടവർക്ക് ഈ കളറിൽ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് കൊടുക്കാൻ കഴിയും. ചെറിയ മൈനറുള്ള കേസുകളൊക്കെ ടച്ച് ചെയ്ത് പോളിഷ് ചെയ്തുകൊണ്ട് ഫൈനലായിട്ട് 7.5 ലക്ഷം റുപ്യക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും. അതല്ല നിങ്ങൾക്ക് GR-ൻ്റെ കിറ്റോ കാര്യങ്ങളൊക്കെ ചെയ്ത് വൈറ്റിൽ വേണ്ടവർക്ക് വൈറ്റിൽ കൊടുക്കാൻ കഴിയും. അതല്ല നിങ്ങൾക്ക് ബ്ലാക്കിൽ വേണോ ബ്ലാക്കിലും ഈ വാഹനം തരാൻ കഴിയും. അതിന് നമുക്ക് എക്സ്ട്രാ ഒരു 2 ലക്ഷം റുപ്യ കൂടും കേട്ടോ. ഇൻറ്റീരിയർ ഭാഗങ്ങളാണെങ്കിലും എക്സ്റ്റീരിയർ ഭാഗങ്ങളാണെങ്കിലും പക്ക കണ്ടീഷനാക്കിയിട്ട് ബ്ലാക്കിൽ ആൻഡ്രോയിഡ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ചെയ്ത് സീറ്റ് കവർ ഇപ്പോൾ നിലവിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവറാണ്. ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടവർക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാനും കഴിയും. അതിന് നമുക്ക് ഒരു 2 ലക്ഷം റുപ്യ കൂടി എക്സ്ട്രാ വരും കേട്ടോ. അപ്പോൾ വൈറ്റിൽ GR-ൻ്റെ കിറ്റ് വേണ്ടവർക്ക് വൈറ്റിൽ GR-ൻ്റെ കിറ്റ് കയറ്റി കൊടുക്കുക, ബ്ലാക്കിൽ വേണ്ടവർക്ക് ബ്ലാക്കിലും ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് നമുക്ക് പ്രൈസ് വരുന്നത് 9.5 ലക്ഷം റുപ്യാണ് ഫൈനൽ ഫിക്സ്ഡ് റേറ്റ് ഉണ്ടോ. ഈ വാഹനത്തിൽ നമുക്ക് ഫിനാൻസ് കാര്യങ്ങളൊന്നും ചെയ്ത് കൊടുക്കാൻ കഴിയില്ല. ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളി. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്.